നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. പ്രതി പിടിയിലായിരിക്കുന്നു. ഒരു നാടിനെ ആകെ വിറപ്പിച്ച, ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തിയ പ്രതിയാണ്. അതിക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതിയാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കിയ പ്രതിയാണ്. 2 കുഞ്ഞുങ്ങളുടെ അച്ഛനെയും അച്ഛമ്മയെയും അവരുടെ അമ്മയെയും ഇല്ലാതാക്കിയ പ്രതിയാണ് അതിക്രൂരനായ ചെന്താമരയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരുടെ വലിയ കൂട്ടം നമുക്ക് കാണാം. കാരണം ജനങ്ങൾ അത്രമേൽ രോഷാഗ്നിയിലായിരുന്നു. ഇന്നലെ മുതൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസ് വൈകിയതിൽ, പ്രതിക്കെതിരെ ഒരു നടപടിയെടുക്കാൻ വൈകിയതിൽ, പരോൾ റദ്ദാക്കുന്നതിലടക്കം പോലീസ് വരുത്തിയ വീഴ്ചയിലൊക്കെ ഈ നാട്ടുകാർ അവരുടെ പ്രതിഷേധം വ്യക്തമാക്കിയതാണ്, മാധ്യമപ്രവർത്തകരോടക്കം. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള സാധ്യത ഏറെയായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതിയെ ഇന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രതിക്കെതിരെ കയ്യേറ്റ ശ്രമം അടക്കം നടന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ട നെന്മാറ സ്റ്റേഷനുള്ളിലാണ് ഇപ്പോൾ ചെന്താമര. ഇനി ഇയാളുടെ ഈ വൈദ്യപരിശോധന അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. ഈ ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഈ പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ വിശപ്പ് ഒട്ടും സഹിക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരും എന്ന് പോലീസിന് അറിയാമായിരുന്നു. ഈ വരുന്ന വഴിക്ക് ഇയാളെ പിടിച്ചു എന്നല്ലേ? പോലീസ് നടത്തിയ തെരച്ചിലിൽ പ്രതിയെ കണ്ടെത്തി എന്നുള്ളതാണ് ഡിവൈഎസ്പി എൻ മുരളീധരൻ നമ്മളോട് വ്യക്തമാക്കിയത്. പരിശോധനകളിൽ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ പ്രതിയെ പിടികൂടി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതി സ്വമേധ കീഴടങ്ങുകയായിരുന്നില്ല. പ്രതിയെ പിടികൂടാൻ പോലീസ് നടത്തിയ എല്ലാ ശ്രമങ്ങളും ഒളിച്ചിരുന്ന പോലീസ് ഭക്തി സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പിടികൂടി എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറെ സാഹസികമായ നീക്കം, ഏറെ മണിക്കൂറുകൾ കാത്തിരുന്ന ഒരു പരിശ്രമം, അതിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ആലത്തൂർ ഡിവൈഎസ്പിക്കും അന്വേഷണ സംഘത്തിനും വിജയിക്കാനായി എന്നുള്ളത് തന്നെയാണ്. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും പ്രതിയെ പിടികൂടിയതായി പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിത്തരുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ പ്രതിയെ പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ തന്നെ എടുത്തു ചോദിച്ചിരുന്നു, പ്രതി കരുതിക്കൂട്ടിയാണോ കൊലപാതകം നടത്തിയത്, കരുതിക്കൂട്ടിയാണോ 2 പേരെ കൂട്ടക്കരുതിക്ക് ഇടയാണെന്ന് നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ നിഷ്കരുണം മൗനം പാലിക്കുകയായിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ലോക്കപ്പിനുള്ളിലേക്ക് പ്രതിയെ മാറ്റിയിട്ടുണ്ട്. അതീവ സുരക്ഷാ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനരോക്ഷം ആളിപ്പടരുന്ന ഒരു സമയങ്ങളാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ബഹളവുമായി ആളുകൾ തള്ളിക്കയറുന്നു. ഗേറ്റ് തകർത്ത് പ്രതിയെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് ഉള്ളത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന കാഴ്ചകളും മറ്റുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതി ചെന്താമരാക്ഷനെ 36 മണിക്കൂറുകൾക്ക് ശേഷം കൊല നടത്തി കൃത്യം നടത്തിയതിനു ശേഷം പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം ഹാജരാക്കേണ്ടതില്ലേ? അപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെ ഇന്നു തന്നെ ഉണ്ടാകുമോ, അതോ ഇനി ചെന്താമരയെ സുരക്ഷ കണക്കിലെടുത്ത ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണോ നെന്മാറ പോലീസിന്റെ നീക്കം? പോലീസ് അത്യന്തം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. വലിയ ജനരോക്ഷം തന്നെ ഇവിടെ ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തള്ളിത്തകർന്ന് ആളുകൾ ഉള്ളിൽ കയറാൻ ബഹളം വെക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇന്ന് പ്രതിയെ തുടർ നടപടികൾക്ക് വിധേയരാക്കാനാവില്ല. പോലീസ് സ്റ്റേഷന്റെ മതിലുകളടക്കം ചാടിക്കടന്നുകൊണ്ട് ആളുകൾ ഇവിടേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ സമയത്ത് പോലീസിന്റെ എഫേർട്ടിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ സ്റ്റേഷനിൽ ആവശ്യത്തിനുള്ള സുരക്ഷ ഇല്ല എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാം. പോലീസ് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗേറ്റുകൾ അടക്കം തള്ളിത്തകർത്ത് ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരും നാട്ടുകാരും അടങ്ങുന്ന വലിയ സംഘമാണ് ഇവിടെയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പ്രതിയെ പോലീസിന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഒരു കാരണവശാലും അറസ്റ്റിന് മുന്നോടിയായിട്ടുള്ള തുടർ നടപടികളുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. വലിയ തിരച്ചിലും സന്നാഹങ്ങളും കേരള പോലീസ് നടത്തി. പാലക്കാട് എസ്പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കേസ് അന്വേഷണം നടന്നു. ദക്ഷിണ മേഖല ADGP ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാം അടക്കമുള്ള ആളുകൾ ഈ മണിക്കൂറുകളിൽ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാണ് പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി
ശ്രമങ്ങൾ നടത്തിയത്. പോലീസിന് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിനടക്കം വലിയ വെല്ലുവിളികൾ നേരിട്ടു, വലിയ ചോദ്യചിഹ്നമുയർന്നു. രാഷ്ട്രീയ സമരമായി നെന്മാറയിലെ ഇരട്ട കൊലപാതകം മാറി. അത്തരമൊരു സാഹചര്യത്തിൽ ഏത് വിധേനയും പോലീസിന് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളികൾ. ഇപ്പോൾ ഒരു ലാത്തി ചാർജിന്റെ സാഹചര്യത്തിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് തങ്ങളാൽ കഴിയാവുന്ന വിധത്തിലുള്ള എല്ലാ നടപടികളും നടക്കുന്നു. പക്ഷേ ഈ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആൾക്കൂട്ടം തയ്യാറാകുന്നില്ല. ലാത്തി പ്രയോഗമടക്കം നടത്തുന്നു. ജനങ്ങൾ തള്ളിത്തകർത്ത് പോലീസ് സ്റ്റേഷന്റെ വാതിൽ ഗേറ്റുകൾ തള്ളിത്തകർത്തുകൊണ്ട് ഇവിടേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തെ ലാത്തി ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് പ്രതിരോധിക്കുന്നത്. തീർച്ചയായും വലിയ വെല്ലുവിളി തന്നെയാണ് അന്വേഷണ സംഘവും നെന്മാറ പോലീസും ഈ പോലീസ് സംഘവും എല്ലാം നേരിടുന്നത്. കാരണം ഈ പ്രതിയെ അതീവ സാഹസികമായി കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവിടെ നിന്നും ഇവരെ പ്രതിയെ സുരക്ഷിതനായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യ വെല്ലുവിളി. അതിനുശേഷം ഈ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരുന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. മൂന്നാമത്തതുമായ വെല്ലുവിളി ഈ വലിയ ജനരോക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു. പോലീസിന് ഒടുവിൽ ലാത്തി പ്രയോഗിക്കേണ്ടി വന്നു. വലിയ ആൾക്കൂട്ടം, ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ തള്ളിക്കയറി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ലാത്തി പ്രയോഗിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ അന്വേഷണ സംഘത്തിനോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ മുന്നിലുള്ള അത് നമ്മൾ കൺമുന്നിൽ കണ്ട യാഥാർത്ഥ്യമാണ്. കാരണം വലിയ ജനരോക്ഷം തന്നെയുണ്ട്. എന്ത് ഇവിടേക്ക് എത്തിച്ചപ്പോൾ ആൾക്കൂട്ടം തള്ളിക്കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസിന് ഇടപെടാൻ കഴിയുകയുള്ളൂ. ഏതായാലും പ്രതിയെ പോലീസ് സ്റ്റേഷനുള്ളിൽ എത്തിച്ചു. പിടികൂടിയത് 10 മണിയോടുകൂടിയാണ്. പോലീസ് കാത്തിരുന്ന് നടത്തിയ തിരച്ചിലിന് അവസാനം ഫലം കണ്ടിരിക്കുന്നു. പ്രതി ചെന്താമര അച്ഛനെ 36 മണിക്കൂറിന് ശേഷം ഇരട്ട കൊലപാതകം നടത്തിയ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ അല്പസമയങ്ങൾക്കകം SP രാജീവ് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ചോദ്യം ചെയ്യും. ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനുള്ളിൽ ലോകപ്പിനുള്ളിലാണ് പ്രതി നിർവികാരനാണ്. ചോദ്യങ്ങളോടോ പ്രതികരണങ്ങളോടോ ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളടക്കം നിരന്തരം ചോദിച്ചു, കരുതിക്കൂട്ടിയാണോ കൊലപാതകം നടത്തിയത്, മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണം എന്ന് ചോദിച്ചെങ്കിലും പ്രതി യാതൊരു അക്ഷരവും ഉരിയാടാൻ തയ്യാറായില്ല. ഏതായാലും നിലവിൽ പോലീസ് നേരിടുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ലാത്തി പ്രയോഗിച്ച് ഓടിച്ച ആൾക്കൂട്ടം വീണ്ടും സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റേഷന്റെ ഗേറ്റ് തകർന്നിരിക്കുന്നു. ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ലാത്തി ചാർജ് അടക്കം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നിരിക്കുന്നു. ക്രമസമാധാന ചുമതല നിർവഹിക്കുന്നതിനായി പോലീസിന് ലാത്തി നടത്തേണ്ടി വരുന്നു. ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിൽ, സംഘർഷത്തിൽ പോലീസുകാരുടെ അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഡിവൈഎസ്പി അടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് ലാത്തി അടക്കം പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും വലിയ വെല്ലുവിളി നേരിട്ട്, വലിയ പ്രതിസന്ധികൾ നേരിട്ട്, വലിയ സമ്മർദ്ദത്തെ നേരിട്ടാണ് ആലത്തൂർ ഡിവൈഎസ്പി അടക്കം പ്രതിയെ കീഴടക്കിയിട്ടുള്ളത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ആലത്തൂർ ഡിവൈഎസ്പി അടക്കം നേരിട്ട് മുന്നിൽ നിന്ന് ലെവലിലേക്ക് മടങ്ങി വരാം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നു. പോത്തുണ്ടിയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ മാട്ടായി മേഖലയിൽ നിന്നാണ്, തിരച്ചിൽ നടത്തിയ മാട്ടായി മേഖലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്.